ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ 3 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉപകാരപ്പെട്ട അപ്ഡേറ്റ് ആണ്. യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ അറിഞ്ഞിരിക്കണം. ഇത് അറിയുന്നതിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അവരെയൊക്കെ അറിയിക്കാൻ കഴിയും. എന്താന്ന് വെച്ചാൽ ഇത് എല്ലാവരും ഈ വീഡിയോ കാണണമെന്നില്ല. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ യൂട്യൂബേഴ്സ് സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും, കാണാത്തവർക്ക് ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പൊ കണ്ടവര് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് നല്ലൊരു ഗുഡ് അപ്ഡേറ്റ് ആണ്. പലവരുടെയും മോണിറ്റൈസേഷൻ പല വർഷങ്ങളായിട്ട് കട്ടായിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചാനൽ ഉണ്ടാവും. അവര് ആ ചാനലിനോടുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോസ് നിരന്തരം ഇടുന്നുണ്ടാവും, ആക്റ്റീവായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ചാനലിനോട് പ്രത്യേക സ്നേഹമായിരിക്കും. ചിലർ ചാനൽ തുടങ്ങിയാലും ഒരു ഡ്രീമാണ് ആ ചാനല് മോണിറ്റൈസേഷൻ കട്ടായാലും ശരി, എന്റെ ഒരു ഡ്രീമായിട്ട് ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നതായിരിക്കും എന്ന് കരുതി അതിൽ നിരന്തരം വീഡിയോസ് ഇട്ട് പോകുന്ന ചാനലുകൾ ഉണ്ടാവും. അപ്പൊ അത്തരക്കാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ മാസം തൊട്ടിട്ട് മെയിൽ ത്രൂ അത്തരം ചാനലുകൾക്ക് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. നല്ലൊരു അപ്ഡേറ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം അറിയുന്നതിലൂടെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഗ്രൂപ്പിലുള്ള അവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. നിങ്ങൾ ത്രൂ അത് ഉപകാരപ്പെടുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങളോളം മെനക്കെട്ടിട്ട് എനിക്ക് മോണിറ്റൈസേഷനും പോയി, എന്നിരുന്നാലും ഞാൻ ഇഷ്ടപ്പെട്ട അതിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. വീണ്ടും യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു മെസ്സേജ്, നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന നല്ലൊരു ഇതിൽ ഇനിയും പ്രവർത്തിക്കണം, ഇതിലും നല്ല രീതിയിൽ ആക്റ്റീവ് ആകണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇനി വരാൻ പോകുന്നത്. അതായത് അവർക്ക് മെയിൽ ത്രൂ വരും, നിങ്ങൾക്ക് വീണ്ടും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെയിൽ വരും. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. പലവരുടെയും സസ്പെൻഡ് ആയി, ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആണ്, അങ്ങനെ പല രീതിയിൽ യൂട്യൂബിന്റെ പോളിസി ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഫാമിലിക്ക് അറിയാം, ഇത്തരത്തിൽ ഒരുപാട് പോളിസി ഇത്തരത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പോളിസി അവർക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ എടുത്തു കളഞ്ഞുകൊണ്ട് അവർക്ക് മെയിൽ ത്രൂ വീണ്ടും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ മെയിൽ കിട്ടിയവർ തീർച്ചയായിട്ടും അവർക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇത്തരക്കാര് ഒന്ന് ശ്രദ്ധിക്കുക. ജിമെയിൽ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. വല്ല മെയിലൊക്കെ ഈ മാസം തൊട്ടിട്ടാണ് വരുന്നത്, അപ്പോൾ അത് ചെക്ക് ചെയ്യുക. മോണിറ്റൈസേഷന്റെ ആ എനേബിൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള മെയിൽ വന്നാൽ തീർച്ചയായിട്ടും മെയില് ത്രൂ നിങ്ങൾക്ക് കിട്ടിയാൽ അത് എനേബിൾ ചെയ്യാൻ നോക്കുക. അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ലൈവിലാണ്. അതായത് ലൈവ് ത്രൂ നിങ്ങൾക്ക് ക്യാഷ് ഒക്കെ സമ്പാദിക്കാൻ പറ്റും. അപ്പൊ ഈ ക്യാഷ് സമ്പാദിക്കുമ്പോൾ മുമ്പ് ടി വിയിലും അതുപോലെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടർ, അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആകുമ്പോൾ അത് സ്ലോട്ട് ബൈ സ്ലോട്ട് ആയിട്ട്, അത് 2 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ ഇത്തരത്തിൽ ആർട്സ് പ്രവർത്തിക്കുമായിരുന്നു. അതിപ്പോ മൊബൈലിലും വരുന്നുണ്ട്. മൊബൈലിൽ വരുന്നതിലൂടെ ഒരുപാട്, ഏറ്റവും കൂടുതൽ യൂട്യൂബ് കൂടുതൽ യൂസേഴ്സ് എന്താണ് മൊബൈലാണ്. അപ്പൊ ഈ മൊബൈലിൽ ചെയ്യുമ്പോൾ അത് വെർട്ടിക്കലായിട്ടോ എങ്ങനെ നിങ്ങൾ മൊബൈൽ പിടിച്ചാലും ശരി, അതിൽ മിഡ് റോൾ ആർട്സ്, അതായത് കൂടുതൽ നിങ്ങളുടെ ലൈവ് എന്തായാലും കൂടുതൽ 8 മിനിറ്റ് കൂടുതലുള്ള ലൈവ് ഒക്കെ ആയിരിക്കും. അതിൽ മിഡ് റോൾ ആർട്സ് വരുന്നത് സ്റ്റെപ്പ്, അതായത് സ്ലോട്ട് ആയിട്ട് 2 ഡബിൾ ആയിട്ടുള്ള, അതായത് ഒന്ന് വ്യൂവേഴ്സിനെ ഒരിക്കലും തടസ്സപ്പെടുത്താതെ കൊണ്ട് തന്നെ ലൈവ് നിങ്ങളുടെ പ്രവർത്തിക്കും. ഇടയിലെ സ്ലോട്ട് അത് എന്തായി, ഒരു സ്ലോട്ട് ആർട്സ് പ്രവർത്തിക്കും, ഒരു സ്ലോട്ട് നിങ്ങളുടെ ലൈവ് പ്രവർത്തിക്കും. ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം ഏണിങ്സും കിട്ടും. ഇത്തരത്തിൽ മിഡ് റോൾ ആർട്സ് പ്രവർത്തിക്കുമ്പോൾ ഏണിങ്സും കിട്ടും. ഏണിങ്സിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ലൈവ് കാണേണ്ടവർക്ക് ലൈവ് കാണാനും പറ്റും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രയോജനം കേട്ടോ. അപ്പൊ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇത്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് ഏറ്റവും, ശരിക്കും പറഞ്ഞാൽ ബാഡ് അപ്ഡേറ്റ് ആണ്. യൂട്യൂബ് ശരിക്കും പണി തന്നു എന്ന് തന്നെ പറയാം. എന്താന്ന് വെച്ചാല് സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ നിന്നുള്ള ആർട്സിന്റെ റവന്യൂ യൂട്യൂബ് കൈവശം വയ്ക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മോണിറ്റൈസേഷൻ ആവാത്ത ചാനലില് യൂട്യൂബ് ആർട്സ് കൊണ്ടുവരുന്നുണ്ട്. ആർട്സ് ഒക്കെ കാണിക്കുന്ന, ഇത്തരത്തിൽ ആർട്സ് റൺ ചെയ്യിപ്പിക്കുന്നതിന്റെ വരുമാനം ഫുള്ള് എന്താണ്, യൂട്യൂബാണ് കൈവശം വെക്കുന്നത്, നമുക്ക് തരുന്നില്ല. മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിന്റെ ഇത് മുമ്പേ വന്നതാണ് കേട്ടോ. ആദ്യമൊന്നും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകൾക്ക് ആർട്സേ ഉണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബ് എന്ത് ചെയ്ത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകൾക്കും ആർട്സ് കൊടുക്കാൻ തുടങ്ങി. ആർട്സ് റൺ ചെയ്യിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വരുമാനം മുഴുവൻ യൂട്യൂബാണ് കൈവശം വെക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇനി എന്തിൽ നിന്ന് പിന്നെ പിടിക്കാം, പിന്നെ പിഴിയേണ്ടത് ക്രിയേറ്റേഴ്സിന് ഇത്തരത്തിൽ മുള്ളു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം വേണ്ടതെന്ന് യൂട്യൂബ് ചിന്തിച്ചോ എന്ന് തോന്നുന്നു. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ നിന്ന് അതുപോലെ പ്രീമിയം ലൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതിലൊന്നും ഒരു കാര്യമില്ല. അത് അത്തരക്കാർക്കടക്കം ഈ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ ഇത്തരത്തിൽ വീഡിയോയിൽ ആർട്സ് പ്രവർത്തിക്കുകയും ആ ആർട്സിന്റെ റവന്യൂ ക്രിയേറ്റേഴ്സിന് കിട്ടുന്നില്ല. ഫുള്ള് യൂട്യൂബാണ് കൈവശം വയ്ക്കുന്നത്. അപ്പൊ യൂട്യൂബിന് കിട്ടുന്നതാണ് ആ വരുമാനം. ഇനി യൂട്യൂബ് ഏതിലൊക്കെ കൊണ്ടുവന്ന് ആഡാക്കും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നമ്മളിടുന്ന വീഡിയോയുടെ ആർട്സ് ഉണ്ട്, അത് നമുക്ക് ആ ആർട്സ് പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം നമുക്ക് തന്നെയാണ് ലഭിക്കുക കേട്ടാ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ അത് ലഭിക്കില്ലെങ്കിൽ പിന്നെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും എന്തായാലും മെയിൽ അയക്കും, യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യും. നമുക്കുള്ള വരുമാനം വെട്ടിക്കുറയ്ക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ ഇടുന്ന വീഡിയോയുടെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടണം എന്ന് നമ്മൾ എന്തായാലും അവകാശം ഉന്നയിക്കും. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്.
അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.